ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, ഒരിക്കൽ കൂടി ഏവർക്കും ബേസിക് മാത്തമാറ്റിക്സിൻ്റെ ഈ 5ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ ഇത്തിരി ബാക്കിയായിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അഡീഷനാണ് ചെയ്തിരുന്നത്. ഇത് നമുക്കറിയാം, ഓരോ ഓപ്പറേഷൻ മാത്രമല്ല, നമ്പേഴ്സ് പറഞ്ഞു, പിന്നെ നമ്മൾ അതിൻ്റെ ഓപ്പറേഷൻസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻസിൽ അഡീഷൻസ് മാത്രമല്ല, 4 ഓപ്പറേഷൻസിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങി വെച്ചിരുന്നത്. ഒന്ന് പ്ലസ് അഡീഷൻ, മറ്റൊന്ന് മൈനസ് അല്ലെ സബ്ട്രാക്ഷൻ. അഡീഷൻ നമ്മൾ പ്ലസ് എന്ന് വിളിക്കും, സബ്ട്രാക്ഷൻ. പിന്നെ ഉള്ളത് അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ 4ാമത് വരുന്ന ഡിവിഷൻ. പിന്നെ 4 ഓപ്പറേഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. സബ്ട്രാക്ഷൻ എന്ന് പറയാം, അഡീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി സബ്ട്രാക്ഷനിലേക്ക് പോവാം. സബ്ട്രാക്ഷൻ ഇപ്പോൾ എനിക്ക് 18 മൈനസ് 12 ചെയ്യണം. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 18 നിന്നും 12 കുറയ്ക്കുന്നതിന് പകരം ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഈ കുറയ്ക്കേണ്ട നമ്പർ, സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ 12 ആണ്. ഈ 12ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണെങ്കിൽ അതിൻ്റെ പ്ലസ് 12 ആണെങ്കിൽ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -12 വരും. -12 ആണെങ്കിൽ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ +12 വരും. എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സ് കൂട്ടിയാൽ എയും ബിയും കൂടെ കൂട്ടിയാൽ അഡീഷൻ്റെ ഐഡന്റിറ്റി 0 ആണല്ലോ. 0 കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇൻവേഴ്സ് എന്ന് പറയും. അഡീഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അഡീഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറയും. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഞാൻ അതിൻ്റെ കാര്യം പറയാം. അപ്പോൾ നമ്മൾ ഈ 12ന്റെ കൂടെ ഏത് കൂട്ടുമ്പോഴാണ് 0 കിട്ടുന്നത്? അത് -12 ആണ്. അപ്പോൾ നമുക്കറിയാം ഈ 12ന്റെ അഡീഷൻ്റെ ഇൻവേഴ്സ് ആണ് -12 എന്നും -12ന്റെ അഡീഷൻ്റെ ഇൻവേഴ്സ് ആണ് 12 എന്നും നമ്മൾ പറയും. ഇതാണ് നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അത്തരത്തിൽ പോയാൽ ഈ 18 നിന്നും 12 കുറയ്ക്കുന്നതിന് പകരം 12ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ -12 അതങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ ശരിക്കും ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? അതൊരു കൈൻഡ് ഓഫ് അഡീഷനാണ്. എന്താണ് അഡീഷൻ? അഡീഷൻ ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ ഇത് 18ന്റെ കൂടെ ഈ 12ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കൂട്ടുക. ആക്ച്വലി നമുക്കറിയാം 18 12 നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ പറയുക? 6 ആണ്. ഇങ്ങനെ നമ്മൾ ചെയ്താൽ എന്താണ് ചെയ്യുന്നത്? ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കും. 18 12 നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കും അല്ലേ. എന്നിട്ട് അതിൻ്റെ വലുതിൻ്റെ സൈൻ ഏതാണോ അത് നമ്മൾ ഇതിന് അസൈൻ ചെയ്യും. അപ്പോൾ 18 12 നമ്മളുടെ ഡിഫറൻസ് എത്രയാണ്? 6 ആണ്. 6 വലുതിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ, വലുതിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ 18 ആണ്. 18ന്റെ സൈൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആയതുകൊണ്ട് ഇതിൻ്റെ അഡീഷൻ്റെ കിട്ടിയ ആൻസറിൻ്റെ സൈന് നമ്മൾ +6 എന്ന് പറയും. ഓക്കെ മക്കളെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ പിന്നിൽ ശരിക്കും സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ കൈൻഡ് ഓഫ് അഡീഷൻ തന്നെയാണ് എന്ന് ഞാനൊന്ന് ഉറപ്പ് നിങ്ങളെ വരുത്താൻ വേണ്ടി മാത്രം ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അതിലെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ 212 നിന്നും നമുക്ക് 108 കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ? ഈ 212ന്റെ കൂടെ ഇതാ നമുക്ക് കുറയ്ക്കേണ്ടത് 108ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് അങ്ങ് കൂട്ടും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വ്യത്യാസം കാണും അല്ലേ. വ്യത്യാസം കണ്ടിട്ട് അതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 108 212 വ്യത്യാസം 104 വരും അല്ലേ. 212 200 നിന്ന് 100 കുറച്ചാൽ 100 വരും. പിന്നെ 12ന് 8 കൊടുത്താൽ 4 വരും. അപ്പോൾ 104. ഇതിൽ വലുതിൻ്റെ സൈൻ ഏതാ? 212ന്റെ സൈൻ എന്താ? പ്ലസ്. അതുകൊണ്ട് ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 104. ഓക്കെ, അപ്പോൾ വ്യത്യാസം കണ്ട് വലുതിൻ്റെ ചിഹ്നം. ഇനി രണ്ടിനും സെയിം ആണെങ്കിലോ, സെയിം സൈൻ ആണെങ്കിലോ, ഇപ്പൊ നമുക്ക് കിട്ടുന്ന -14 -15. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് രണ്ടിനും സെയിം സൈൻ ആയതുകൊണ്ട് ഇത് നമ്മൾ കൂട്ടുക. ഇതിപ്പോൾ ശരിക്കും ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ഈ 14 രണ്ടിനും സെയിം സൈൻ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ സെയിം സൈനിങ് പുറത്തെടുക്കാം. അപ്പോൾ ഇതും പ്ലസ് ആകും, ഇതും പ്ലസ് ആകും അല്ലേ. കറക്റ്റ് അല്ലേ? -14 + 15 ദാറ്റ് ഈസ് നമുക്കറിയാം മൈനസ് ഓഫ് ഇത് നമ്മൾ കൂട്ടുമ്പോൾ 29 കിട്ടും. സോ ദ ആൻസർ ഈസ് -29.
അപ്പോൾ ഇവിടെ നമ്മൾ സെയിം സൈൻ ആണെങ്കിൽ രണ്ടും കൂടെ കൂട്ടുക. അങ്ങനെയാണല്ലോ നമ്മൾ 14 പ്ലസ് 15 ചെയ്യുന്നതും അങ്ങനെയാണല്ലോ. സെയിം സൈൻ കൂട്ടുന്നു, രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു, 29. കോമൺ സൈൻ, രണ്ടിൻ്റെയും കോമൺ സൈൻ പ്ലസ് ആയതുകൊണ്ട് ആൻസർ ഈസ് പ്ലസ്. ഇവിടെയും രണ്ടും സെയിം സൈൻ ആണ്, രണ്ടും മൈനസ് ആണ്. അതുകൊണ്ട് -14ഉം -15ഉം ചെയ്യാൻ വേണ്ടി വരും, തമ്മിൽ കൂട്ടുന്നു, 14 പ്ലസ് 15 ചെയ്യുന്നു, എന്നിട്ട് കോമൺ ആയിട്ട് അതിൻ്റെ മൈനസ് സൈൻ കൊടുക്കും. ഓക്കെ, രണ്ടും സെയിം ആണ്. ഇനി രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിലാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ 108 പ്ലസ് 312, ഇപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആണ്. ഓപ്പോസിറ്റ് സൈൻ ആണ്. അപ്പോൾ നമ്മൾ കണ്ടോ, ഇവിടെ രണ്ടും സെയിം സൈൻ, ഇവിടെയും രണ്ടും സെയിം സൈൻ. ഈ രണ്ടും നമ്മൾ കൂട്ടിയിട്ട് കോമൺ സൈൻ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ രണ്ടും ഡിഫറെന്റ് സൈൻ, അപ്പോൾ നമ്മൾ വ്യത്യാസം കണ്ട് വലുതിൻ്റെ സൈൻ കൊടുക്കുന്നു. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് കണ്ടേ, 108 312. 312 നിന്ന് 100 കുറച്ചാൽ 212 വരും. 212 8 കൊണ്ട് കുറച്ചാൽ 204 വരും അല്ലേ. 204ന്റെ സൈൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? വലുതിന്റെ സൈൻ ഏതാ? പ്ലസ്. അതുകൊണ്ട് ആൻസർ ഈസ് +20. ഓക്കെ, ഇനി നമ്മൾ വേറെ എടുക്കാം. നമുക്ക് 345 മൈനസ് ദെൻ പ്ലസ് 512 559 510 എളുപ്പത്തിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ രണ്ടിനും ഡിഫറെന്റ് സൈനാണ്. ഡിഫറെന്റ് സൈൻ ആകുമ്പോൾ നമ്മൾ വ്യത്യാസം കണ്ടിട്ട് ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സൈൻ. ഓക്കെ, നമ്മളുടെ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചേ. 500 510 നിന്ന് 300 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 210 കിട്ടും. 210ന്റെ കൂടെ 210 അതിൽ നിന്ന് നമ്മൾ 45 കുറയ്ക്കണം. 210 നിന്ന് 45 കുറയ്ക്കണം. മനസ്സിലായോ? 510 നിന്ന് 300 കുറച്ചു, അപ്പോൾ 210 ആയി. അതിൽ നിന്ന് 45 കുറയ്ക്കണം. 210 നിന്ന് നമുക്കറിയാം 40 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 170. അതിന് 5 തവണ കുറച്ചാലോ 160. സോ 165. ഇത്തരത്തിൽ നമ്മൾ കുറച്ച് ശീലിക്കുക. സോ ആൻസർ ഈസ് 165. അത് ഡിഫറൻസ് കണ്ടു, വലുതിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ +165 എന്ന് കൊടുക്കും. ഓക്കെ മക്കളെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അഡീഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് നമ്മൾക്ക് ഇതിന് നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് കൂടുതൽ വരുന്ന ഫ്രാക്ഷൻസ് വരുമ്പോഴാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രാക്ഷൻസിന്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ മക്കളെ അതിനു മുമ്പായി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന ഒരു പ്രോബ്ലത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതിതാണ് 2/3 + 3/4 എന്ന് നമ്മൾ എഴുതിയപ്പോൾ ഇവിടെ 3 4 അതിൻ്റെ LCM കണ്ടുപിടിച്ചു 12. അതൊക്കെ കറക്റ്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മളിവിടെ രണ്ടിനെയും 12 ആക്കാൻ വേണ്ടി ഇവിടെ 2/3 ആണ്, 3നെ 4 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ ഇത് 12 ആയി. അപ്പോൾ മുകളിലും 2നെയും 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 × 4 നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 × 4 8 ആണ്. പക്ഷെ നമ്മൾ ഇവിടെ എടുത്തെഴുതിയപ്പോൾ അത് 4 എന്ന് എഴുതിയേ. അത് ആക്ച്വലി 8 ആണ്. അപ്പോൾ അത് നിങ്ങൾ 8 ആയിട്ടൊന്ന് കറക്റ്റ് ചെയ്യണം. മറ്റേതിന് വ്യത്യാസമില്ല. ഇത് 3/4 ആണല്ലോ, അതിനെ 12 ആക്കാൻ വേണ്ടി ഇതിനെ 3 കൊണ്ട് ഗുണിച്ചു, ഇതിനെ 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9/12 എന്ന് വരും. അത് കറക്റ്റ് എഴുതിയേക്കണേ. പക്ഷേ ഇത് എടുത്തെഴുതിയപ്പോൾ 2 × 4 8 പകരം 4 എന്ന് എഴുതിയ. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെന്ന് മാറ്റേണ്ടതാണ്. അപ്പോൾ 4/12 + 9/12 ഇങ്ങനെയാണല്ലോ വരുന്നത്. 4/12 + 9/12 എന്നാണ് എഴുതിയിരുന്നത്. അത് തെറ്റാണ്. ഇത് 4 അല്ല, നമ്മളറിയാം അത് 2 നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതാണ് കറക്റ്റ്. 2 × 4 അപ്പോൾ 8 വരും. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ ഒരു 8 വരും. 8/12 + 9/12 ദാറ്റ് ഈസ് 17/12 എന്നായി. അതൊന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. ഇറ്റ്സ് എ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ ഇത് 8 + 9 ഇതല്ല, 13/12 അല്ല. അതിൻ്റെ ആൻസർ അത് എഴുതി വന്നപ്പോൾ ചെറിയ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന 63 പ്രോബ്ലംസ് ആണ്. അതിൻ്റെ കൂടെ 27 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമ്പർ ആയിട്ട് ഇടാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 90. സോ ഇറ്റ് ഈസ് 91. ഓക്കെ, 91. 2/9 - 1/6. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സബ്ട്രാക്ഷൻ ഈസ് എ കൈൻഡ് ഓഫ് അഡീഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അഡീഷൻ എന്തൊക്കെ ചെയ്തോ അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ് സബ്ട്രാക്ഷനും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കണം.
സെയിം ആക്കാൻ വേണ്ടി ചെയ്യണം, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ LCM എടുക്കണം. LCM 9 6. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ചെയ്യാം. ഇത് 3 ആകും, ഇത് 2 ആകും അല്ലേ. ഇനി ഇതിനെ രണ്ടിനെയും കോമൺ ആയിട്ടൊന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ ഇത് 3 കൂടെ മൾട്ടിപ്പിൾ ചെയ്യും. ഇത് 3 കൂടെ അപ്പോൾ എത്ര വരും മക്കളെ? 3 × 3 9, 3 × 3 × 2. സോ 9 × 2 18. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കിയോ, ഇത് രണ്ടിനെ 18 ആക്കുക. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ 18. ഓക്കെ. ഇതിനെ 2/9 ആണ് ആദ്യത്തേത്, 2/9. അതിനെ 18 ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെയും 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇത് 18 ആയി, ഇത് 2 × 2 4 ആയി. ഓക്കെ. മൈനസ് ഇവിടെ 1/6 ആണ്, 1/6 ആണ്. 6നെ 18 ആക്കാൻ വേണ്ടി 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മേളിലും 3 കൊണ്ട് ഗുണിക്കണം. സോ ഇറ്റ് ഈസ് 3. Okay, so 4 minus 3, that is 1. So it is 1/18. So that's the answer. Okay, മക്കളെ. 4 minus 3 means 4 ൽ നിന്ന് 3 കുറയ്ക്കുന്നു. വ്യത്യാസം ഡിഫറൻസ് കാണുന്നു. 4 ഉം 3 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. വലതിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. സോ ഇറ്റ് ഈസ് 1/18. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 92. ക്വസ്റ്റ്യൻ നമ്പർ 92. ഓക്കെ. 9/2 minus 2/3. അപ്പോൾ നമുക്കിവിടെ 2 ഉം 3 ആണ് ഡിനോമിനേറ്റർ. 2ൻ്റെയും 3യുടെ LCM എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യില്ലാത്തതുകൊണ്ട് നമ്മൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 × 3 ദാറ്റ്സ് ഈക്വൽ ടു 6 എന്ന് വരും. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ 6 ആവും. ഓക്കെ, 6. 9/2 ആണ്. 9/2ൻ്റെ ഡിനോമിനേറ്റർ 6 ആക്കാൻ വേണ്ടി 3 കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെയും 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഇത് 6 ആയി. 9 × 3 27 മൈനസ്. ഇനി ഇവിടെ 2/3 ആണ്. അപ്പോൾ ഇത് 2/3. 3നെ 6 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഇവിടെയും 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 4 എന്നാവും, 4/6. സോ ദാറ്റ്സ് ഈക്വൽ ടു 27ൽ നിന്ന് 4 കുറയ്ക്കുന്നു. 27ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ നമുക്ക് 23 കിട്ടും. 23/6. ഇത്ര എഴുതിയാൽ മതി. ഇനി വേണമെങ്കിൽ നമുക്കിനി മിക്സഡ് ഫ്രാക്ഷൻ ആക്കി വേണം എഴുതാം. അപ്പോൾ 23നെ 6 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 6, അപ്പോൾ എത്രയാണ് വരുന്നത്? 6 × 3 18 വരും. റിമൈൻഡർ 5 വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം 3 കംപ്ലീറ്റ് കോഷ്യൻ്റ് ആയിട്ട് വരുന്ന 3, പിന്നെ റിമൈൻഡർ ഉണ്ട്, ദാറ്റ് ഈസ് 5. സോ 5/6. നമുക്ക് കറക്റ്റ് നോക്കാം. 3 × 6 18, 18 + 5 23. സോ 23/6 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും മതി. ഞാനിപ്പോൾ ഇതിനെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെയും വേണമെങ്കിൽ ആക്കി മാറ്റാം എന്നുള്ളത്. കാരണം ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലാത്തതുകൊണ്ട് അങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. ഓക്കെ. ദിസ് ഈസ് ദി 93rd വൺ. 4 and 12 അല്ലേ. അപ്പോൾ 4/7 minus 2/12. അപ്പോൾ നമുക്ക് ഇതിന് നമുക്ക് 7 and 12 ആണ്. ഇത് രണ്ടും നമുക്കറിയാം. ഇത് രണ്ടിനും കോമൺ ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ അല്ല, ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7. സോ 1 വരും, 6 വരും. സോറി 1ന് ഐ മീൻ 42 എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ല, 7 and 12 അതിനെ നമുക്ക് വേറെ ഒന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ 7 × 12 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 84. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ 84 ആക്കണം. 84 ആണ് കോമൺ ഡിനോമിനേറ്റർ. 4/7 ആണ്. 7നെ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് 4നെയും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് 2നെ, അതിനെ 84 കിട്ടണമെന്നുണ്ടെങ്കിൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2നെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ മക്കളെ. 12 × 4 48. 2 × 7 40 ഡിവൈഡഡ് ബൈ 84. 48 14. വ്യത്യാസം കണ്ട് വലുതിൻ്റെ സൈൻ. 48ൽ നിന്ന് 10 കുറച്ചാൽ നമുക്ക് 38 കിട്ടും. 38ൽ നിന്ന് 4 കൂടെ കുറച്ചാൽ 34 വരും. 34/84. രണ്ട് നമുക്ക് വേണമെങ്കിൽ 2 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് 17 വരും. ഇത് നമുക്ക് 42 എന്ന് എഴുതാം. സോ ദാറ്റ്സ് ദ ആൻസർ, 17/42. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ബോർഡിൽ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മളിപ്പോൾ 93 ആണ് ചെയ്തത്. ഇത് 94 എന്ന് നമ്പർ ഇട്ടുള്ളൂ. 94, ഇത് 95, then this is 96, question number 96, then 97, this is 98, 99, this
100, this is 101, and this is 102. That much questions. ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നമ്മൾ വളരെ സിമ്പിളാണ്, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് കുറേ മാസങ്ങളായിട്ട് ഇതുമായിട്ടുള്ള എല്ലാം ടച്ച് വിട്ടിരിക്കാം. അപ്പോൾ മാത്തമാറ്റിക്സിനെ പറ്റി ഒരു പേടിയും നമ്മുടെ മനസ്സിലുണ്ടാകാതിരിക്കാനും വളരെ സിമ്പിളായിട്ട് ഇനി വരുന്ന കാര്യങ്ങൾ നമുക്ക് അപ്രോച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള നിങ്ങളുടെ ഈ ഓപ്പറേഷൻസും ഒക്കെ നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അഡീഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്പറിൻ്റെ ടൈപ്സ് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ അഡീഷൻ എന്താണെന്ന് പറഞ്ഞു, അഡീഷൻ എങ്ങനെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. അഡീഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സബ്ട്രാക്ഷൻ ആണ് പറഞ്ഞത്. സബ്ട്രാക്ഷൻ ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് അഡീഷൻ. ആ രീതിയിലാണ് സെയിം സൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യും, കോമൺ സൈൻ കൊടുക്കും. ഇഫ് ഇറ്റ് ഈസ് പ്ലസ് the answer is plus, if it is minus the answer is minus. എപ്പോഴാ രണ്ടിനും സെയിം സൈൻ ആണെങ്കിൽ. ഇത് രണ്ടിനും ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട്, ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ ഡിഫറൻസ് കണ്ടുപിടിക്കും. വലുതേതാണ് ചെറുതേതാണ്, ആ വലുതിൽ നിന്നും ചെറുതങ്ങ് കുറയ്ക്കും. വിത്തൗട്ട് കൺസിഡറിങ് സൈൻ കൺസിഡർ ചെയ്യാതെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വലുതിന്റെ സൈൻ കൊടുക്കും. അപ്പൊ അതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിന്റെ ഒരു എന്താ പറയാ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു 3, ഇപ്പൊ 2 എണ്ണം ഉണ്ടല്ലോ ഇവിടെ, 3 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം 2 എണ്ണം നമ്മൾ ചെയ്യും, പിന്നെ 3ാമതും ചെയ്യും. അത്രയേ ഉള്ളൂ, അത് പ്രശ്നമുള്ള കേസല്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് ഓർമ്മയിലേക്ക് വന്നാൽ മതി. ഓക്കെ, ഇത് തന്നെ ആൻസേഴ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാം. ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ തന്നെ ചെയ്തിട്ട് ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ഇവിടെ ചിലതൊക്കെ മിക്സഡ് ഫ്രാക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്, അത് പ്രശ്നമില്ല. നിങ്ങൾ മിക്സഡ് ഫ്രാക്ഷനായിട്ട് എഴുതണമെന്നില്ല, നമ്മുടെ ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ടൊക്കെ എഴുതിയാലും മതി, അതിന് പ്രശ്നമുള്ള കേസല്ല. ഓക്കെ മക്കളെ, അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ആൻസർ നിങ്ങൾ തന്നെ ചെയ്യുക, എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ്റെ ഒരു കുറച്ച് പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്യാം. അതും കൂടെ നമുക്കൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ. നമ്മൾ ഇനിയിപ്പോൾ വലിയ ക്ലാസ്സുകളിലേക്ക് കയറിയത് കൊണ്ട് നമ്മളെ 11th 12th ഒക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ നമ്മളോട് ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മിക്സഡ് ഫ്രാക്ഷനെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്യാം. ഇത് സബ്ട്രാക്ഷൻ അത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, ഇപ്പോൾ വന്ന് നമ്മുടെ മൊത്തം ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയിരുന്നു. 102 ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 103 തുടങ്ങാം. 103. ഓക്കെ, 11.5 minus 5 and 9/10. 11 and 1/2 minus 5 and 9/10. അപ്പോൾ ഇത് 2 തരത്തിൽ ചെയ്യാം. ഒന്നിനെ നേരെ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് ചെയ്യാം. അത് ഒരു തരം. അങ്ങനെ വേണം നമുക്ക് ആദ്യം അങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. 11.5 നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ 11 × 2 22, 22 + 1 23, 23/2. ദെൻ രണ്ടാമത്തത് 5 and 9/10 എന്നാണ്. ഇതിന് ചെയ്യുമ്പോൾ 5 × 10 50, 50 + 9 59, 59/10. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? 23/2 - 59/10 ആക്കണം അല്ലേ? ഇപ്പോൾ രണ്ടിൻ്റെയും കൂടെ LCM, ഡിനോമിനേറ്ററിൻ്റെ LCM കണ്ടുപിടിക്കുന്നു. 210 LCM. 2 കൊണ്ട് 1 5, 2 × 1 2, 2 × 5 10. അപ്പോൾ LCM ഈസ് 10 ആണ്. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഇതാണ് നമുക്ക് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഇത് 10 കോമൺ ഡിനോമിനേറ്ററായി. ഇത് 23/2 ആണ്. ആ 23/2 ഈ 2 എന്ന് പറഞ്ഞാൽ 10 ആണെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 23 × 5 മൈനസ് ഇവിടെ 10 ആയതുകൊണ്ട് 1 കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് അത് തന്നെ എഴുതിയാൽ മതിയാവും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 23 × 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 20 × 5 100 ആണ്, 3 × 5 15 ആണ്. അപ്പോൾ 100ഉം 15 115 മൈനസ് 59 ഡിവൈഡഡ് ബൈ 10. 115 നിന്ന് 50 കുറയ്ക്കണം. 115 നിന്ന് 50 കുറച്ചാൽ നമുക്കറിയാം പിന്നെ 65. 65 നിന്ന് 9 കൂടെ കുറച്ചാൽ നമുക്കറിയാം 65 നിന്ന് 9 കുറച്ചാൽ 56/10. ഓക്കെ,
അതിന് നമുക്ക് 2 കൊണ്ട് നമ്മൾ കട്ട് ചെയ്യാം. 56നെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 28 വരും. 10നെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 5 വരും. സോ ആൻസർ ഈസ് 28/5 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ശരിക്കുള്ള മെത്തേഡ്. ഇനി ഇത് നമുക്ക് വേറെ തരത്തിൽ ചെയ്യാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് 11 and 1/2 ആണ്, -5 and 9/10 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ ന്യൂമറിക്കൽ ഈ ഭാഗം എടുക്കും. 11 ഇവിടുത്തത് 5. അപ്പോൾ നമ്മൾ 11 - 5 ചെയ്യാം. 11 - 5 എന്ന് നമുക്കറിയാം 6 ആണല്ലോ. അപ്പോൾ അതിൻ്റെ ന്യൂമറിക്കൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 6 വരും. ഇനി നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എന്താണ് അപ്പോൾ ഇതിൻ്റെ ന്യൂമറിക്കൽ പാർട്ട് ഇത്. ഇനി നമ്മൾ 1/2 - 9/10 ചെയ്യാം. അത് നമ്മൾ നേരത്തെ ചെയ്ത് പറഞ്ഞാൽ LCM കണ്ടുപിടിക്കണം. 2ന്റെ 10നെ. അപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ LCM 10 ആണെന്ന്. 10 ആയി. അപ്പോൾ ഇത് 1/2നെ 10 ആക്കാൻ വേണ്ടി നമുക്ക് 5 വേണം. അപ്പം മേളിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കോമൺ ഡിനോമിനേറ്റർ 10 എന്ന് എഴുതാം. ഇത് 5 വരും -9. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 - 9. ഓക്കെ, 5 - 9 എന്ന് പറയുമ്പോൾ നമുക്ക് -4 വരും. അപ്പോൾ സോ ഇറ്റ് ഈസ് -4/10. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ ഒരു 6 ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 6 and -4/10 എന്നാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇത്തിരിയും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 6നെ നമ്മൾ 5 + 1 എന്ന് എഴുതും. 5 + 1 6 ആണല്ലോ. പിന്നെ -4/10. ഓക്കെ, അപ്പോൾ ഈ 5 ഉണ്ട്. ഇത് ഈ മൈനസ് ഇവിടുന്ന് കളഞ്ഞ് പോസിറ്റീവ് ഈ ഭാഗത്ത് മാത്രം നെഗറ്റീവ് വന്നിരിക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ 5 എടുത്തു, പിന്നെ 5 + 1 എന്ന് എഴുതി. അപ്പോൾ 6 ആയി. അപ്പോൾ 5 - 4/10. അപ്പോൾ ഇത് നമുക്ക് 5 പ്ലസ് ഈ 1 - 4/10 എന്ന് വെച്ചാൽ നമുക്കറിയാലോ 1 എന്ന് പറഞ്ഞാൽ 10/10 ആണല്ലോ. -4/10 അല്ലെങ്കിൽ നമ്മൾ 1ന്റെ 10ന്റെ ങ്ങളുടെ LCM കണ്ടുപിടിക്കുമ്പോൾ 10 കിട്ടും. ആ തരത്തിൽ ചെയ്താലും മതി. അപ്പോൾ ഇത് 5 പ്ലസ് ഇത് ഡിനോമിനേറ്റർ സെയിം ആയി 6/10. അതിന് നമുക്ക് വേണമെങ്കിൽ ഇത്രയും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെയാണ്? 5 and 6/10 ആണ്. ഈ 6/10നെ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യുവാണെങ്കിൽ 3/5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആൻസർ 5 and 3/5 കിട്ടും. അത്തരത്തിൽ നമുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അത് ഇത്തിരി ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെയായിരിക്കും നമുക്ക് എളുപ്പമായി മാറുക. ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 104 ആണ്. 8 and 5/9 - 3 and 3/7. നമുക്ക് ആദ്യം ഈ ന്യൂമറിക്കൽ പാർട്ട് കുറയ്ക്കാം. 8 - 3 എന്ന് വരും. 8 - 3 നമുക്കറിയാമല്ലോ 5 ആണ്. 5. ഇനി നമുക്ക് വേണ്ടത് 5/9 - 3/7 ആണ്. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ 9 7 നമുക്കറിയാം രണ്ടും കോമൺ ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് തമ്മിൽ LCM എന്ന് പറഞ്ഞാൽ LCM ഈസ് 9 × 7 ആണ്. ദാറ്റ് ഈസ് 63. ഓക്കെ, അപ്പോൾ അത് 63 കോമൺ ആയിട്ട് എഴുതും. ഇവിടെ 9 ആണ്, അതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 7 35 മൈനസ് 7നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് 3നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 9 27. 35 - 27 നമുക്കറിയാം 8 ആണ്. 8/63. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 5 and 8/63. സോ 5 and 8/63. നമുക്ക് ഇത്തരത്തിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ എളുപ്പം അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദിസ് ഇസ് അവർ ക്വസ്റ്റ്യൻ നമ്പർ 105. 105. ഓക്കെ, ഇത് 11 and 1/6 - 2 and 2/4. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തോളെ 11 - 2 ദാറ്റ്സ് നമുക്കറിയാം. 11 - 2 ഈസ് 9 ആണ്. പിന്നെ 1/6 - 2/4. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഈ 2/4നെ വെട്ടി 1/2 എന്നാക്കാം. അപ്പം 9 and 1/6 - 1/2 എന്നായി. അപ്പോൾ ഇത് ഇനി സിംപ്ലിഫൈ ചെയ്യണം. അതിന് നമുക്ക് 6ന്റെയും 2 കൂടെ LCM കണ്ടുപിടിക്കാം. 2 ഉണ്ട്, 3 1. അപ്പോൾ 2 × 3 6. 6 × 1 6. സോ LCM ഈസ് 6 വരും. ഓക്കെ, അപ്പോൾ ഇനി കോമൺ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 6 വരും. ഇവിടെ 6 തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ 1/6നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 1 അതുപോലെ വരും. ഇവിടെ 6 ആക്കാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ ന്യൂമറേറ്ററിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1 × 3 3 വരും.
സോ ഇറ്റ് ഈസ് -2/6. അതിന് നമുക്ക് വേണമെങ്കിൽ -1/3 എന്ന് എഴുതാം, കാരണം 2 കൊണ്ട് കട്ട് ചെയ്ത് കളയാമല്ലോ. അപ്പോൾ 1/3 എന്ന് വരും, മൈനസ് ഉണ്ട്, സോ -1/3. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 9 ആൻഡ് -1/3. വീണ്ടും ഇവിടെ ഒരു പോസിറ്റീവ് നമ്പറും ഇവിടെ ഒരു മൈനസും കൂടെ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 8 + 1 -1/3. കാരണം 8 + 1 9 ആണല്ലോ. സോ 8 1 - 1/3 എന്ന് പറഞ്ഞാൽ 2/3. സോ 8 ആൻഡ് 2/3. ഓക്കെ മക്കളെ, മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇത് നിങ്ങൾ ഇത്തരത്തിൽ തന്നെ നിങ്ങൾ തനിയെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ എന്നാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ആകും. ആ എക്സ്പീരിയൻസ് ആണ് നമ്മളുടെ ഒരു മുതൽക്കൂട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ ലോജിക്കൽ തിങ്കിങ്ങും നമ്മുടെ മെന്റൽ എബിലിറ്റി നമ്മൾ കൂട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി മുൻപോട്ടുള്ള ചാപ്റ്ററുകളിലെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാമല്ലോ, ഈ സിവിൽ നമ്മുടെ പിയൂൺ ടെസ്റ്റ് മുതൽ സിവിൽ സർവീസ് വരെയുള്ള ഏതൊരു എക്സാമിനേഷനും നമുക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു എക്സാം ഉള്ള ഒരു പേപ്പറാണ് മാത്തമാറ്റിക്സ്. മെന്റൽ എബിലിറ്റി എന്ന് പറയും. മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ അരിത്തമെറ്റിക്, റീസണിങ് എബിലിറ്റി ആൻഡ് മെന്റൽ എബിലിറ്റി, ഈ രണ്ട് എബിലിറ്റിയാണ്. ഇത് രണ്ടും കൂട്ടുന്നത് നമ്മുടെ മാത്തമാറ്റിക്സിലുള്ള നമ്മളുടെ ഒരു സ്കില്ല് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്തേ പറ്റും. അപ്പോൾ ഇത് ചെയ്താണ് നമ്മുടെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സൈക്കിളൊക്കെ ചവിട്ടാൻ പഠിക്കുന്നത് പോലെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ബാലൻസ് ഒന്നും കിട്ടത്തില്ല, പക്ഷെ പിന്നീട് നമ്മൾ ഓടിച്ച് മീൻസ് നമ്മൾ കൂടുതൽ അത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആവും. എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ അതിൻ്റെ മാസ്റ്റേഴ്സ് ആവും. പിന്നെ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റും. അത്തരത്തിലാണ് നമ്മൾ മാത്തമാറ്റിക്സും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഓർത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ തന്നെ ചെക്ക് ചെയ്താൽ മതി. ഇതാണ് ഇതിൻ്റെ ആൻസേഴ്സ്, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. കാരണം ഇതൊന്നും നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ തന്നെയുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ചെയ്യുക. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ചുമ്മാ എഴുതാണ്ട് തന്നെ ആൻസറൊക്കെ എഴുതി വയ്ക്കാം. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ തന്നെ ചെയ്യുക, നിങ്ങൾ തന്നെ നിങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുക. അപ്പോൾ അത്തരത്തിൽ നമ്മൾ റെസ്പോൺസിബിൾ പേഴ്സൺസ് ആയിട്ട് മാറുമ്പോഴത്തേക്കാണ് എഡ്യൂക്കേഷൻ്റെ ഒരു വില എന്ന് പറയുന്നത് അതാണ്. എഡ്യൂക്കേഷനിലൂടെ ദ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സണാണ്. അപ്പോൾ അത് എല്ലാ തരത്തിലും സത്യസന്ധതയും നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ ഉത്തരവാദിത്വം എല്ലാം വെളിവാക്കുന്ന ഒന്നാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് തനിയെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങളെ വിശ്വസിച്ച് തരുന്നു. നിങ്ങൾ ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ തെറ്റിപ്പോയെങ്കിലും പ്രശ്നമൊന്നുമില്ല. തെറ്റെവിടെയാണെന്ന് കണ്ടുപിടിക്കുക, അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.